നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 29 വ്യാഴാഴ്ചയാണ്. ആദ്യം നമുക്ക് നിഫ്റ്റിയിൽ നിന്ന് ആരംഭിക്കാം. 24,800 താഴെയായിട്ടാണ് ഇന്നലെ നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. നിഫ്റ്റി ബാങ്ക് പക്ഷെ ചെറിയ നേട്ടത്തിൽ ക്ലോസ് ചെയ്തിരിക്കുന്നു. ഇന്ന് പുലർച്ചെ ക്ലോസ് ചെയ്ത US മാർക്കറ്റുകളിലേക്ക് ഫെഡറൽ റിസർവ് മീറ്റിംഗ് മിനിറ്റ്സിനും ചിപ്പ് മേക്കേഴ്സിന്റെ സ്റ്റോക്കുകളിൽ വന്ന ഒരു ഇടിവുമാണ് ഇന്നലെ US മാർക്കറ്റുകൾ ഇടിയാൻ കാരണമായത്. ഡൗ ജോൺസ് 0.6%, S&P 500 0.6%, നാസ്ഡാക്ക് 0.5%മാണ് ഇടിഞ്ഞത്. ഇന്നലെ എൻവിഡിയയുടെ റിസൾട്ടുകളാണ് പുറത്തു വന്നത്. മാർക്കറ്റ് അവറിൽ ഏകദേശം 0.5% ഇടിവ് നേരിട്ട എൻവിഡിയ ആഫ്റ്റർ മാർക്കറ്റ് അവറിൽ ഏകദേശം 5% നേട്ടമുണ്ടാക്കി. കാരണം ഈ പാദത്തിൽ കമ്പനി പ്രതീക്ഷിച്ചതിലും മികച്ച വിൽപ്പനയാണ് റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ അടുത്ത പാദത്തിലെ വരുമാനം പ്രതീക്ഷിച്ചതിലും കുറയും എന്നാണ് വിദഗ്ധർ പറയുന്നത്. ഇനി വളരെ മുഖ്യമായിട്ടുള്ള ഒരു റിപ്പോർട്ടായിരുന്നു ഇന്നലെ പുറത്തു വന്ന ഫെഡറൽ റിസർവിന്റെ മെയ് മാസത്തെ മീറ്റിംഗ് മിനിറ്റ്സ്. ഈ ഒരു കാരണം കൊണ്ടാണ് ഇന്നലെ മാർക്കറ്റ് പ്രധാനമായിട്ട് നെഗറ്റീവായത്. പണപ്പെരുപ്പവും തൊഴിലില്ലായ്മയും ഉയർന്നതിനാൽ ഉടൻ തന്നെ കടുത്ത തീരുമാനങ്ങൾ നേരിടേണ്ടി വരും എന്ന് ഫെഡറൽ റിസർവ് ഉദ്യോഗസ്ഥർ പറഞ്ഞതായി ഫെഡിന്റെ മെയ് മീറ്റിംഗ് മിനിറ്റ്സ് പറയുന്നു. പക്ഷെ വിദഗ്ധരുടെ അഭിപ്രായ പ്രകാരം ഫെഡ് കൂടുതൽ വ്യക്തതയ്ക്കായി കാത്തിരിക്കുകയാണ്. എന്നാൽ നിലവിൽ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ തക്കവണ്ണമുള്ള ഒരു വ്യക്തതയൊന്നും ഫെഡറൽ റിസർവിന് ഇതുവരെയും ലഭിച്ചിട്ടുമില്ല. ഇതെല്ലാം ഇന്നലെ പുറത്തു വന്ന വാർത്തകളാണ്. ഇന്ന് ഈ മണിക്കൂറിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി നിൽക്കുന്ന ഒരു വാർത്ത, പ്രസിഡന്റ് ട്രംപിന്റെ പരസ്പര താരിഫുകൾ ഫെഡറൽ കോടതി റദ്ദാക്കിയിരിക്കുന്നു. ട്രംപ് തന്റെ പരസ്പര താരിഫുകൾ ഉപയോഗിച്ച് തന്റെ അധികാര പരിധി ലംഘിച്ച് ആ താരിഫ് ഓർഡറുകൾ റദ്ദാക്കിയതായി ഒരു US കോടതി വിധിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന്റെ മാറിക്കൊണ്ടിരിക്കുന്ന വ്യാപാര നയങ്ങളും ഏപ്രിൽ 2 താരിഫ് പ്രഖ്യാപനവും വിപണിയെ പിടിച്ചുലച്ചു. ചില കമ്പനികൾ അവരുടെ ഔട്ട്ലുക്ക് കുറയ്ക്കാൻ പോലും ഇത് കാരണമായി. ഏതായാലും ഈ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇന്ന് രാവിലെ വന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ച US ഫ്യൂച്ചേഴ്സ് എല്ലാം അതിശക്തമായിട്ടുള്ള നിലയിലാണ്. ഡൗ ജോൺസ് 450-ലേറെ പോയിന്റ്സിന്റെ നേട്ടത്തിലാണ് ട്രേഡ് ചെയ്യുന്നത്. S&P 500 1.5% നേട്ടത്തിലും ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നു. യുഎസിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം നോക്കാം. ഇൻഫോസിസ് 0.68% ഇടിവിൽ, വിപ്രോ 1.38% ഇടിവിൽ, HDFC ബാങ്ക് 0.03% നേട്ടത്തിൽ, ഡോക്ടർ റെഡ്ഡി 1.25% ഇടിവിലുമാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ICICI ബാങ്ക് ഒരു മ്യൂട്ടഡ് അവസ്ഥയിൽ ക്ലോസ് ചെയ്തിരിക്കുന്നു. ഇനി യൂറോപ്യൻ വിപണിയിലേക്ക് വരാം. ഇന്നലെ യൂറോപ്യൻ വിപണിയും ഇടിഞ്ഞു തന്നെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. പ്രധാനപ്പെട്ട മാർക്കറ്റുകളെല്ലാം 0.5% മുകളിൽ ഇടിഞ്ഞാണ് ക്ലോസ് ചെയ്തത്. ക്രിപ്റ്റോ കറൻസിയിൽ ബിറ്റ്കോയിൻ $1,80,000 അരികെ ട്രേഡ് ചെയ്യുന്നു. ഗോൾഡ് പ്രൈസിൽ ഇന്നലെ വലിയ മാറ്റമുണ്ടായില്ല. കേരളത്തിലെ ഗോൾഡ് പ്രൈസ് പവന് 71,480 രൂപയാണ്. ഇനി ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലിഗ്രാം ചാനലിലോ നമ്മുടെ പുതിയ ഓഫ്ലൈൻ ബാച്ചിലോ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിലെ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. ഇനി ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് 200 ലൈക്കുകൾ തന്നെയാണ്. എല്ലാ സുഹൃത്തുക്കളും ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളിലേക്കാണ്. ആദ്യം, ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് റെഗുലേറ്ററായ സെബി ഇൻഡസിൻഡ് ബാങ്കിന്റെ മുൻ CEO സുമന്ത് കത്പാലിനെയും 4 ഉന്നത ഉദ്യോഗസ്ഥരെയും ഓഹരി വിപണിയിൽ വ്യാപാരം നടത്തുന്നതിൽ നിന്ന് വിലക്കി. അവർക്കെതിരെ ഇൻസൈഡർ ട്രേഡിംഗ്, അതായത് പൊതുജനങ്ങൾ അറിയുന്നതിന് മുൻപ് ബാങ്കിന്റെ ഓഹരി വ്യാപാരം ചെയ്യാൻ രഹസ്യ സാമ്പത്തിക വിവരങ്ങൾ ഉപയോഗിച്ച് കൈമാറ്റം ചെയ്തു എന്ന് കുറ്റം ചുമത്തുകയും ചെയ്തു. ഇനി നമ്മുടെ ഈ ബാങ്കിന്റെ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത് അതിന്റെ നാൾ വഴിയിലേക്ക് പോയി കഴിഞ്ഞാൽ മാർച്ച് 10 ബാങ്കിന്റെ സാമ്പത്തിക കാര്യങ്ങളെ സംബന്ധിച്ച അക്കൗണ്ടിംഗ് പ്രശ്നങ്ങൾ കണ്ടെത്തുകയുണ്ടായി. ഇതിനെ തുടർന്ന് മാർച്ച് 20 ഒരു പ്രൊഫഷണൽ സർവീസ് നെറ്റ്വർക്കായ ഗ്രാൻഡ് തോൺടോണെ അന്വേഷണത്തിനായി ബാങ്ക് നിയമിക്കുകയുണ്ടായി. അക്കൗണ്ടിംഗ് പിശകുകൾ കാരണം 1,960 കോടി രൂപ സാമ്പത്തിക ആഘാതം ഉണ്ടായതായി ഒരു റിപ്പോർട്ട് സ്ഥിരീകരിക്കുകയുണ്ടായി ഏപ്രിൽ 26 പിന്നീട് ഏപ്രിൽ 28, 29 ബാങ്കിന്റെ CEO കത്പാലിനെയും ഡെപ്യൂട്ടി CEO ഖുറാനിയും രാജിവെക്കുകയുണ്ടായി. ഇനി മെയ് 9 തെറ്റായി രേഖപ്പെടുത്തിയ 674 കോടി രൂപ പലിശ തിരുത്തുകയുണ്ടായി. മെയ് 21 ബാങ്ക് 2,236 കോടി രൂപ നഷ്ടം രേഖപ്പെടുത്തി. 19 വർഷത്തിനിടയിൽ ഇതാദ്യമായിട്ടാണ് ഒരു നഷ്ടം കമ്പനി മെയ് 21 റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോഴത്തെ ഏറ്റവും പുതുതായി മെയ് 28 ഇന്നലെ ഇൻസൈഡർ ട്രേഡിംഗിൽ പ്രഥമ ദൃഷ്ട്യാ കേസ് ഉണ്ടെന്ന് സെബി അറിയിക്കുകയും 5 എക്സിക്യൂട്ടീവുകൾക്ക് 19.78 കോടി രൂപ പിഴ ചുമത്തുകയും ചെയ്തു. ഏതായാലും ബാങ്കിനെ സംബന്ധിച്ച് വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ്. ഇത് എത്തരത്തിലായിരിക്കും ഇന്ന് മാർക്കറ്റിൽ റിയാക്ട് ചെയ്യുക എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. പ്രധാനപ്പെട്ട കമ്പനികളുടെ Q4 റിസൾട്ടുകളിലേക്ക്. ആദ്യം ബിർള സോഫ്റ്റ്. നെറ്റ് പ്രോഫിറ്റിൽ 4.3% വർധനവ് കമ്പനി രേഖപ്പെടുത്തി. 122 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. പക്ഷേ റവന്യൂവിൽ 3.4% ഇടിവാണ് ഉണ്ടായത്. 1,317 കോടി രൂപയിലാണ് ഇപ്പോൾ റവന്യൂ ഉള്ളത്.
എബിറ്റയിലും 21.7% ഇടിവാണ് കമ്പനി രേഖപ്പെടുത്തിയത്. 173.5 കോടി രൂപയിലാണ് എബിറ്റയുള്ളത്. അടുത്തത് കുമ്മിൻസ് ഇന്ത്യയുടെ റിസൾട്ടിലേക്ക്. നെറ്റ് പ്രോഫിറ്റിൽ 7.2% ഇടിവ് കമ്പനി രേഖപ്പെടുത്തി. 521.37 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 6.1% ഒരു വർധനവും കമ്പനി രേഖപ്പെടുത്തി. പക്ഷേ എബിറ്റയിൽ 4.5% ഇടിവും ഉണ്ടാക്കി. അടുത്തത് സെയിൽ എന്ന കമ്പനിയുടെ റിസൾട്ടാണ്. നെറ്റ് പ്രോഫിറ്റിൽ 11% വർധനവ് രേഖപ്പെടുത്തി. 1251 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 4.9% വർധനവ് രേഖപ്പെടുത്തി. 29,316 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. എബിറ്റ ഫ്ലാറ്റ് ആയിട്ടാണ്. സെയിലിൻ്റെ റിസൾട്ട് സ്ട്രീറ്റ് എസ്റ്റിമേറ്റുകളെ ബീറ്റ് ചെയ്യുന്നതായിരുന്നു. അടുത്തത് ബാലാജി അമിനീസ്. നെറ്റ് പ്രോഫിറ്റിൽ 44.3% ഇടിവ് കമ്പനി രേഖപ്പെടുത്തി. 40.4 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 14.8% ഇടിവും കമ്പനി ഉണ്ടാക്കി. എബിറ്റയിൽ 39% ഇടിവുമാണ് കമ്പനി രേഖപ്പെടുത്തിയത്. അടുത്തത് IRCTCയുടെ റിസൾട്ടാണ്. നെറ്റ് പ്രോഫിറ്റിൽ 26% വർധനവ് കമ്പനി രേഖപ്പെടുത്തി. 358.2 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 10% വർധനവ് കമ്പനി രേഖപ്പെടുത്തി. 1268.5 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. എബിറ്റയിൽ 6.4% വർധനവും രേഖപ്പെടുത്തി. 385.5 കോടി രൂപയിലാണ് IRCTCയുടെ റിസൾട്ടുകൾ പുറത്തു വന്നത്. അടുത്തത് ബാറ്റ ഇന്ത്യയുടെ റിസൾട്ടാണ്. നെറ്റ് പ്രോഫിറ്റിൽ 27.7% ഇടിവാണ് കമ്പനി രേഖപ്പെടുത്തിയത്. 46 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 1.2% ഇടിവ് രേഖപ്പെടുത്തി. എബിറ്റയിൽ 26.4% ഇടിവും കമ്പനി രേഖപ്പെടുത്തി. അടുത്തത് നല്ല റിസൾട്ടുമായി വന്നത് അവന്തി ഫീഡ്സ് ആണ്. നെറ്റ് പ്രോഫിറ്റിൽ 39.6% വർധനവ് കമ്പനി രേഖപ്പെടുത്തി. റവന്യൂവിൽ 7.9% വർധനവും ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തി. എബിറ്റയിൽ 36.4% വർധനവുമാണ് ഇയർ ഓൺ ഇയറിൽ കമ്പനി റിപ്പോർട്ട് ചെയ്തത്. ഇന്ന് റിസൾട്ട് വരുന്ന പ്രധാനപ്പെട്ട കമ്പനികളുടെ പേര് മാത്രം ഒന്ന് പറയാം. ബജാജ് ഓട്ടോ, സമൃദ്ധ മദർസൺ, സുസ്ലോൺ തുടങ്ങിയ കമ്പനികളാണ്. ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ ഒന്നും തന്നെ ഇല്ല. ഇനി മറ്റൊരു കാര്യമുള്ളത്, സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ പുതിയ ഓൺലൈൻ ബാച്ചുകൾ ആരംഭിക്കാൻ പോവുകയാണ്. ജൂൺ 2-ാം തീയതിയാണ് അടുത്ത ഓൺലൈൻ ബാച്ചുകൾ ആരംഭിക്കാൻ പോകുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാവരും നിങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. പ്രൈസ് ആക്ഷൻ ബേസ് ചെയ്തിട്ടുള്ള ഒരു കോഴ്സായിരിക്കും ഇത്. കൂടാതെ ഇതിൽ വരുന്ന കണ്ടൻസ് നമുക്ക് നോക്കുകയാണെങ്കിൽ ഫണ്ടമെന്റൽ അനാലിസിസ്, ടെക്നിക്കൽ അനാലിസിസ്, കൂടാതെ പ്രൈസ് ആക്ഷനെ കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ, ഓപ്ഷൻ ട്രേഡിംഗ്, കൂടാതെ റിസ്ക് റിവാർഡ്, ട്രേഡിംഗ് സൈക്കോളജി എന്നിങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ കവർ ചെയ്തുകൊണ്ടുള്ള ട്രേഡിംഗ് വ്യൂ അടക്കം എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള കാര്യങ്ങളടക്കം പറഞ്ഞുകൊണ്ടുള്ള ക്ലാസ്സുകളാണിത്. വളരെ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ തന്നെ നിങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. 3000 രൂപയാണ് ഫീസായിട്ട് വരുന്നത്. വീക്ക്ലി 2-3 ക്ലാസ്സുകളായിരിക്കും ഉണ്ടായിരിക്കുക. അടുത്തതായി FID ആക്ടിവിറ്റിയിലേക്കാണ്. FIS ഇന്നലെ 4663 കോടി രൂപയ്ക്കാണ് ബൈ ചെയ്തത്. DIS ആവട്ടെ 7912 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. DISന്റെ കാര്യം പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് DIS വലിയ ബൈയിങ്ങിൽ തന്നെയാണ്. ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക് ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ചിരിക്കുന്ന ഡൗ ഫ്യൂച്ചേഴ്സ് പോസിറ്റീവിലാണ്. പക്ഷേ നെഗറ്റീവായിട്ടുള്ള ഒരു വാർത്ത വരുന്നത് ട്രംപ് അഡ്മിനിസ്ട്രേഷനിൽ നിന്നും എലോൺ മസ്ക് എക്സിറ്റ് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ച ഏഷ്യൻ മാർക്കറ്റുകൾ മിക്സഡ് ആയിട്ടാണുള്ളത്. ജപ്പാൻ മാർക്കറ്റ് നിക്കി 1.5% നേട്ടത്തിൽ, സിംഗപ്പൂർ മാർക്കറ്റ് 0.13% ഇടിവിൽ, തായ്വാൻ മാർക്കറ്റ് 0.49% നേട്ടത്തിൽ, കോസ്പി മാർക്കറ്റ് 1.27% നേട്ടത്തിൽ. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഉള്ളത് 24,837 എന്ന നിലയിൽ 100 പോയിന്റ്സ് അപ്സൈഡിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് ഏകദേശം 70 പോയിന്റ്സിൻ്റെയൊക്കെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. ഓയിൽ പ്രൈസുകളിലേക്ക്. OPEC പ്ലസ് മീറ്റിംഗിന് മുന്നോടിയായി ഓയിൽ പ്രൈസുകൾ വീണ്ടും ഇന്നലെ നേട്ടമുണ്ടാക്കി. 1.5% മുകളിലാണ് ഇന്നലെ ഉയർന്നത്. ബ്രന്റ് ഫ്യൂച്ചേഴ്സ് ഇപ്പോൾ പോസിറ്റീവിലാണ്. $65 ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. 1% നേട്ടത്തിലാണുള്ളത്. WTI ഉള്ളത് $62.59 പെർ ബാരൽ എന്ന നിലയിൽ 1.20% നേട്ടത്തിലാണ് ട്രേഡ് ചെയ്യുന്നത്. നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്കാണ്. ആദ്യം നിഫ്റ്റി 24,752 74 പോയിന്റ്സ് ഇടിഞ്ഞാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. തുടർച്ചയായ രണ്ടാമത്തെ ദിവസമാണ് നിഫ്റ്റി നെഗറ്റീവിൽ ക്ലോസ് ചെയ്യുന്നതും. മെയ് 22-ാം തീയതിയിലെ ലോ ആയിട്ടുള്ള 24,460 ഡൗൺ സൈഡിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നീട് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് 24,200 250 സോണാണ്. അതിനുശേഷം 23,900 800 ലെവൽ കൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഏതായാലും മെയ് 22-ലെ ലോ നമ്മൾ പ്രത്യേകം ഡൗൺ സൈഡിൽ ശ്രദ്ധിക്കേണ്ടതാണ്. കൂടാതെ ഒരു M പാറ്റേണിന് സമാനമായ പാറ്റേൺ കൂടി ഡെയിലി ചാർട്ടിൽ ഒരുപക്ഷെ ഫോം ആവാനുള്ള സാധ്യതയുണ്ട്. അതുകൂടി ഒന്ന് ശ്രദ്ധിക്കുക.
നിഫ്റ്റിയെ സംബന്ധിച്ച് ഇതോടെ 10 ഡേ EMA ബ്രേക്ക് ചെയ്തിരിക്കുന്നു. 24,777 10 ഡേ EMA ഉള്ളത്. അതിന് മുന്നേ ഡൗൺ സൈഡിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇന്നലത്തെ ലോ ആയിട്ടുള്ള 24,700 തന്നെയാണ്. അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ബിയറിഷ്നെസ് കൂടുതലായി വർദ്ധിച്ചു എന്ന് നമുക്ക് വിലയിരുത്താം. മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്കാണ്. കോൾ സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 26,000, അതിനുശേഷം 25,500 സ്ട്രൈക്ക്, അതിനുശേഷം 25,000 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 24,000, അതിനുശേഷം 24,500 സ്ട്രൈക്ക്, അതിനുശേഷം 24,800 സ്ട്രൈക്കിലുമാണ്. വീക്ക്ലി ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 25,000, സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 24,500. അടുത്തതായി ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങളാണ്. ആദ്യം 24,750 സ്ട്രൈക്കിൽ 134% വർധനവ്, പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ് തന്നെ. കോൾ സൈഡിൽ 148% വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പാണ് കാണുന്നത്. കുറച്ചുകൂടി ശക്തമാണ് കോൾ സൈഡിലെ ആ ഷോർട്ട് ബിൽഡപ്പ്. 24,700 സ്ട്രൈക്കിൽ 14% വർധനവ് പുട്ട് സൈഡിൽ കാണാമെങ്കിൽ 28% വർധനവാണ് കോൾ സൈഡിൽ കാണുന്നത്. കുറച്ചുകൂടി വലിയൊരു ഷോർട്ട് ബിൽഡപ്പാണത്. 24,800 സ്ട്രൈക്കിലും 9% മാത്രം വർധനവാണ് പുട്ട് സൈഡിൽ കാണുന്നത്, ചെറിയൊരു ലോങ് ബിൽഡപ്പ്. കോൾ സൈഡിൽ 33% വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പ് കാണാം. ഈ 3 സ്ട്രൈക്കുകളും കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റിനെ താഴേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള കോൾ സെല്ലേഴ്സ് തന്നെയാണ് നല്ല ശക്തിയോടെ നിൽക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് 55,417 64 പോയിൻറ്റ്സ് ഉയർന്നാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തിട്ടുള്ളത്. ബാങ്ക് നിഫ്റ്റി ഇപ്പോഴും ഒരു സൈഡ് വൈസിൽ തന്നെയാണുള്ളത്. ക്ലിയർ ആയിട്ടുള്ള ഒരു ബ്രേക്ക് ഔട്ട് 55,500 ലെവലിന് മുകളിലായിട്ട് തന്നിട്ടില്ല. ഇനി മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകൾ നോക്കുകയാണെങ്കിൽ 55,500 പ്രധാനപ്പെട്ട ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുണ്ട്. ഡൗൺ സൈഡിൽ സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 55,000. ഇനി ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ നമ്മളിവിടെ ഒരു വാട്സപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. ആ നമ്പറിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇന്ന് നമ്മളിവിടെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിൻറ്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്, ഒരിക്കലും അത് റെക്കമെൻഡേഷൻ അല്ല, നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നതും. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.